ഓക്കെ, പ്രസന്റ് ചെയ്തരാ. ഓക്കെ അല്ല, കാണുന്നുണ്ടാ? എന്താ അവസ്ഥ, കാണുന്നില്ലേ? ഉണ്ട് കാണുന്നുണ്ട് സാർ. ഞാൻ ക്വസ്റ്റ്യൻ എടുത്തിട്ടാ വായിച്ചു നോക്കി. ഞാൻ കഴിഞ്ഞ ക്വസ്റ്റ്യൻ ആരെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ നോക്കിയാൽ മനസ്സിലാവും. വ്യത്യാസമൊന്നുമില്ല. ഞാൻ ചെറിയൊരു ചേഞ്ചസ്, ഞാൻ ഇതേ ക്വസ്റ്റ്യനിൽ തന്നെ ചേഞ്ചസ് വരുത്തുക. കഴിഞ്ഞ ക്വസ്റ്റ്യൻ ആരെങ്കിലും കയ്യിലുണ്ടാ? ഒന്ന് വെറുതെ എടുത്ത് നോക്കി. ആരെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടാ? ഈ സെയിം ക്വസ്റ്റ്യൻ ആണ്, ചെറിയൊരു വ്യത്യാസം ഉണ്ടതേ ഉള്ളൂ. ആരടിക്കില്ല. റെഫ്രിജറേറ്റർ വർക്കിംഗ് ഇൻ ബെൽ കോളിമാൻ. ബെൽ കോളിമാൻ സൈക്കിൾ ഇതന്നെ ലാസ്റ്റ് റെഫ്രിജറേറ്റർ സിസ്റ്റം വർക്കിംഗ് ഓൺ ബെൽ കോളിമാൻ സൈക്കിൾ ഓപ്പറേറ്റ് വിത്ത് പ്രഷർ റേഷ്യോ ആയിരിക്കില്ല വന്നിട്ടുണ്ടാവും അതിൻ്റെ അകത്ത്. ഓപ്പറേറ്റ് ബിറ്റ്വീൻ 1 bar ആൻഡ് 15 bar എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത്. ഇത് ഞാൻ ചെറിയൊരു വ്യത്യാസം വരുത്തിയാണ്, ഞാനായിട്ട് തന്നെ ക്വസ്റ്റ്യനിൽ വ്യത്യാസം വരുത്തിയാണ്. ബാക്കി സെന്റൻസ് ഒക്കെ സെയിമാ. എ റെഫ്രിജറേറ്റർ വർക്കിംഗ് ഇൻ ബെൽ കോളിമാൻ സൈക്കിൾ ഓപ്പറേറ്റ്സ് വിത്ത് 1 bar ആൻഡ് 15 bar എന്ന് പകരം ഞാൻ പറഞ്ഞിട്ടുള്ളത് പ്രഷർ റേഷ്യോ ഓഫ് 15 എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുള്ളത്. പ്രഷർ റേഷ്യോ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയായിരിക്കല്ലോ, രണ്ട് പ്രഷർ നമ്മളിലെ ഡിവൈഡ് ചെയ്യുന്നത് കിട്ടുന്ന സാധനം. രണ്ട് പ്രഷർ അപ്പുറം ഇപ്പുറം ഡിവൈഡ് ചെയ്ത് ഞാൻ. അപ്പൊ നമുക്ക് പിന്നെ തന്നിട്ടുണ്ടെന്ന് വെച്ചാൽ വിത്ത് ലോവർ പ്രഷർ ഓഫ് 1 bar. ഇത് നേരത്തെ ക്വസ്റ്റ്യൻ തമ്മിൽ വ്യത്യാസമൊന്നുമില്ല, ഞാൻ ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്ത് ഇട്ട് കൊടുക്കുന്നേ ഉള്ളൂ. ക്വസ്റ്റ്യൻ്റെ അകത്ത് പ്രഷർ റേഷ്യോ 15 ആണെന്ന് തന്നിട്ടുണ്ട്, വിത്ത് ലോവർ പ്രഷർ ഓഫ് 1 bar. ഏറ്റവും ചെറിയ പ്രഷർ എന്ന് വെച്ചാൽ 1 bar ആണെന്ന് തന്നിട്ടുണ്ട്. അതായത് നമുക്കറിയാം P2/P1, 1 2ലേക്കാണ് പ്രഷർ ഉള്ളത്. അപ്പൊ P2/P1 is equal to 15 ആണ് തന്നിട്ടുണ്ട്. മനസ്സിലായ? പ്രഷർ റേഷ്യോ 15 തന്നിട്ടുണ്ട്. വിത്ത് ലോവർ പ്രഷർ ഇസ് ഈക്വൽ ടു 1 bar എന്ന് വെച്ചാൽ ശരിക്കും അർത്ഥം എന്താ? 15/1. നേരിയ പോലെ അല്ലേ? ഇത് ലോവർ പ്രഷർ അല്ലേ, P1 ചെറിയ പ്രഷർ. മുകളിലപ്പം P2 അല്ലേ തന്നിട്ടുള്ളത്, 15 തന്നിട്ട്. ഇങ്ങനെയും ക്വസ്റ്റ്യനിൽ തരാം, അത് കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രം ഞാൻ ചെറിയൊരു വ്യത്യാസം അവിടെ ഇട്ട് കൊടുത്തത്. ഓക്കെ, പ്രഷർ റേഷ്യോ എന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ നിങ്ങൾ കൺഫ്യൂസ് ചെയ്യാൻ വേണ്ടി തരും. കണ്ടു കഴിഞ്ഞാൽ പേടിക്കൊന്നും വേണ്ട, ഇത് തന്നെ സംഭവം, വ്യത്യാസങ്ങളൊന്നുമില്ല. സിമ്പിൾ ആയിട്ടുള്ള ഒരു ഇക്വേഷൻ, ചെറിയൊരു മാറ്റം വരുത്തിയെന്നേ ഉള്ളൂ. ഇനി അടുത്ത പറയുന്ന വെച്ചാൽ നേരത്തെ അതേ ക്വസ്റ്റ്യൻ്റെ അകത്ത് ഇല്ല തന്നെയാണ്. എയർ ഈസ് ഡ്രോൺ ഫ്രം കോൾഡ് ചേംബർ. കോൾഡ് ചേംബർ എന്ന് വെച്ചാൽ നമുക്കറിയാം എവിടെയാണ്. കോൾഡ് ചേംബർ എന്ന് പറയുന്നത് നമ്മൾ ഇവാപ്പറേറ്ററിനെയാണ്. ഇവാപ്പറേറ്റർ ആണ് നമ്മളെ കോൾഡ് ചേംബർ. ഇപ്പൊ കോൾഡ് ചേംബർ എന്ന് കണ്ടാൽ പഠിക്കരുത്, ഇവാപ്പറേറ്ററിനെയാണ് ഉദ്ദേശിക്കുന്നത്. അതായത് ഏറ്റവും അടിയിലത്തെ സാധനം. ഇവാപ്പറേറ്ററിന് അറ്റ് -10°C. ഇവാപ്പറേറ്ററിന് പുറത്ത് വരുന്ന എയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്രോൺ ഫ്രം ഇവാപ്പറേറ്റർ അറ്റ് -10°C. ഇവാപ്പറേറ്ററിന് പുറത്ത് വന്നത് 10°C, -10°C ആണ്. ആൻഡ് എയർ കമ്മിങ് ഔട്ട് ഓഫ് കംപ്രസർ, കംപ്രസറിന്റെ അകത്തുനിന്ന് പുറത്തേക്ക് വന്ന എയറിന് ഈസ് കൂൾഡ് ടു 50°C. ആ എയറിനെ എന്താക്കി 50°C ആക്കിയിട്ട് തണുപ്പിച്ചു എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം കണ്ടൻസർ വഴി പോയി എന്നർത്ഥം. തണുപ്പിക്കുന്ന സാധനം ആരാ? കണ്ടൻസർ ആണ് ഈ എയറിന്. അപ്പൊ അതിനെ 50°C ആക്കിയിട്ട് നമ്മൾ തണുപ്പിച്ച് വെച്ചു, അതായത് കണ്ടൻസറിന്റെ പുറത്തെത്തി. ബിഫോർ എൻറ്ററിങ് എക്സ്പാൻഷൻ സിലിണ്ടർ. പിന്നെ പറയുന്നത് അടുത്ത വ്യത്യാസം ഇതാണ്. പോളിട്രോപ്പിക് ലോ ഓഫ് PV/1.3 ഈസ് ഫോളോഡ് ഡ്യൂറിങ് എക്സ്പാൻഷൻ ആൻഡ് കംപ്രഷൻ എന്ന് പറഞ്ഞിട്ടുള്ളത്. നമ്മൾ ഐസെൻട്രോപ്പിക് ആയിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്, എക്സ്പാൻഷനും കംപ്രഷനും ഒക്കെ. അതിന് വേറെ ഇവിടെ തന്നിട്ടുള്ള വെച്ചാൽ പോളിട്രോപ്പിക് ലോ ആണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് PV/Γ അല്ല, PV/N തന്നിട്ടുള്ളത്. ഗാമ എന്ന് വെച്ചാൽ നമുക്കറിയാം 1.4 ആണ്. ഇവിടെ ക്വസ്റ്റ്യനിൽ നിങ്ങളെ കൺഫ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് തരുകയും ചെയ്യും. ടേക്ക് ഗാമ ഇസ് ഈക്വൽ ടു 1.4 ആൻഡ് CP ഇസ് ഈക്വൽ ടു 1.005. ഇത് ക്വസ്റ്റ്യനിൽ നിങ്ങളെ കൺഫ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് തരുന്നതാണ്. ഇതൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്, അതുകൊണ്ടാണ് ഞാൻ 2 ടൈപ്പിലായിട്ട് ഇത് ചെയ്തു തരുന്നത്. ഈ ക്വസ്റ്റ്യൻ്റെ അകത്ത് നമുക്ക് തന്നിട്ടുണ്ട് ടേക്ക് ഗാമ ഇസ് ഈക്വൽ ടു 1.4 എന്ന്. ഇത് തികച്ചും നമുക്ക് യാതൊരു ആവശ്യമില്ല സാധനമാണ്.
കാരണം നമുക്ക് ഓൾറെഡി ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് പോളിട്രോപ്പിക് ലോ എടുക്കേണ്ടത് നമ്മൾ. അതായത് 1.3 എന്ന് പറഞ്ഞിട്ടുള്ള സാധനം എടുക്കേണ്ടത്, 1.4 അല്ല എടുക്കേണ്ടത്. ഇത്രയാണ് ക്വസ്റ്റ്യനിലുള്ളത്. ഇങ്ങനെയാണെങ്കിൽ എന്താ വ്യത്യാസം വരിക എന്നുള്ളതാണ് നമുക്ക് നോക്കേണ്ടത്. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച ആൾക്കാരെല്ലാം ഒന്ന് ജസ്റ്റ് അതൊന്ന് റിവൈസ് ചെയ്ത് നോക്കുക. ഞാൻ പെട്ടെന്ന് ഗ്രാഫൊക്കെ വരക്കുന്നുണ്ട്, കാരണം നമ്മുടെ മുമ്പിൽ സമയമില്ല. അപ്പൊ ഞാൻ ആദ്യം തന്നെ ഗ്രാഫിലേക്കാണ് പോകുന്നത്. TS ഡയഗ്രാം ഞാൻ ഡയറക്റ്റ് വരക്കുന്നത്, ബാക്കിയൊന്നും ഞാൻ വരക്കാൻ നിൽക്കുന്നില്ല. TS ഡയഗ്രാം എടുത്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ള ഒരു മലയുണ്ട് എന്നൊക്കെ അറിയാം. ഫസ്റ്റ് മോഡ്യൂളിൻ്റെ അകത്തുള്ള മല നമ്മൾ ചെറിയൊരു മലയാണ് വരക്കേണ്ടത്, അതൊക്കെ അറിയുന്നതാണ്. അപ്പൊ ഞാൻ ഒന്നാമത്തെ പോയിന്റ് എടുക്കുന്നത് എയർ റെഫ്രിജറേഷൻ സിസ്റ്റം ആണ്. അതുകൊണ്ട് ഒന്നാമത്തെ പോയിന്റ് പുറത്ത്, എയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ പുറത്ത് റൈറ്റ് സൈഡിൽ എടുക്കണം മലേന്റെ. 1 നിന്ന് 2ലേക്ക് നമുക്കറിയാം ഐസെൻട്രോപ്പിക് ആണ്. പോളിട്രോപ്പിക് എന്നൊക്കെ ക്വസ്റ്റ്യനിൽ തന്നാൽ നിങ്ങൾ മൈൻഡ് ആക്കേണ്ട, സാധാരണ നിങ്ങൾ പഠിച്ച സാധനം തന്നെ. ഐസെൻട്രോപ്പിക് കംപ്രഷൻ എടുത്തു 1 നിന്ന് 2ലേക്ക്. 1 നിന്ന് 2ലേക്ക് ഐസെൻട്രോപ്പിക് വരച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നെക്സ്റ്റ് പരിപാടി എന്ന് വെച്ചാൽ എന്താണ്, കോൺസ്റ്റന്റ് പ്രഷറിന്റെ ലൈന് മാർക്ക് ചെയ്യലാണ്. അതിങ്ങനെ വന്ന് 1ലുള്ള കോൺസ്റ്റന്റ് പ്രഷർ ലൈൻ ഇങ്ങനെ വരും, 2 എന്നുള്ളത് ഇങ്ങനെയും വരും. അത് രണ്ടും മാർക്ക് ചെയ്തു. ഇനി 2 നിന്ന് 3ലേക്ക് ഐസോബാറിക് ആയിട്ടുള്ള ഹീറ്റ് അറ്റ്മോസ്ഫിയറിൽ റിജക്ട് ചെയ്യല, കണ്ടൻസർ. ഐസോബാറിക് ആയിട്ട് ഞാൻ ഹീറ്റ് റിജക്ട് ചെയ്തു, 2 നിന്ന് 3ലേക്ക് എത്തി. ഇനി 3 നിന്ന് 4ലേക്ക് വരുന്നത് എന്താണ്, എക്സ്പാൻഷൻ ആണ്. അതെന്താ നടക്കുക, ഐസെൻട്രോപ്പിക് എക്സ്പാൻഷൻ. അതും വരച്ച് ഐസെൻട്രോപ്പിക് ആയിട്ട് ഞാൻ എക്സ്പാൻഷനും വരച്ച്, അതായത് പ്രഷർ കുറഞ്ഞു. ലാസ്റ്റ് 4 നിന്ന് 1ലേക്ക് ഇങ്ങോട്ടേക്ക് തന്നെ വന്നു. ഇത് തന്നെയാണ് നമ്മൾ നേരത്തെ ചെയ്ത അതേ ക്വസ്റ്റ്യൻ തന്നെ, പോയിന്റ് ഒക്കെ മാർക്ക് ചെയ്തു. ഇതിൻ്റെ നമുക്ക് തന്നിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാല് 1ലെ ടെമ്പറേച്ചർ തന്നിട്ടുണ്ട്. പോയിന്റ് 1ല് എത്ര ടെമ്പറേച്ചർ തന്നിട്ടുണ്ട്, 1ലെ ടെമ്പറേച്ചർ -10 ഡിഗ്രി സെൽഷ്യസ് ആണ് തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ 3ലുള്ള ടെമ്പറേച്ചർ തന്നിട്ടുണ്ട്, എത്രയാണ്, 50 ഡിഗ്രി സെൽഷ്യസ്. ഇത്രയും സാധനങ്ങളാണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്. പിന്നെ പ്രഷർ റേഷ്യോ ഒക്കെ തന്നിട്ടുണ്ട്. അത് വെച്ചിട്ട് നമ്മൾക്ക് മനസ്സിലായി ഇവിടെ 1ന്റെ ഭാഗത്ത് 1 ബാറും മുകളിൽ 15 ബാറും ആണെന്ന് മനസ്സിലായി. പ്രഷർ റേഷ്യോ 15 എന്ന് പറഞ്ഞിട്ടുണ്ട്, വിത്ത് ലോവർ പ്രഷർ 1 ബാർ എന്ന് പറഞ്ഞിട്ട് തന്നിട്ടുള്ളത്. അതുകൊണ്ട് നമ്മൾ P2/P1 അങ്ങനെ വരച്ചുതരാം. 2/P1 ഇതാണ് പ്രഷർ റേഷ്യോ. കാരണം 1 നിന്ന് 2ലേക്കാണ് കംപ്രസർ ഉള്ളത്, അതുകൊണ്ട് അവിടെയാണ് പ്രഷർ വേരിയേഷൻ ഉണ്ടാവുക. അപ്പൊ P2/P1 15 ആണ് തന്നിട്ടുണ്ട്. അതിനർത്ഥം 15/1 ലോവർ പ്രഷർ 1 ആണ് തന്നുകൊണ്ടാണ് /1 എടുത്തത്. അപ്പൊ 15/1 ആണ് നമുക്ക് ഉത്തരം കിട്ടി. അങ്ങനെ ആ സാധനവും കഴിഞ്ഞു. ഇനി നമുക്ക് നേരെ ക്വസ്റ്റ്യനിലേക്ക്, നമുക്ക് ആൻസറിലേക്ക് പോവാം. ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, തന്നിരിക്കുന്ന എല്ലാത്തിനെയും പോയിന്റുകളൊക്കെ മാർക്ക് ചെയ്ത് നോക്കുക. ടെമ്പറേച്ചറും പ്രഷറും എല്ലാ പോയിന്റിലും. T1 തന്നിട്ടുണ്ട് -10 ഡിഗ്രി സെൽഷ്യസ് ആണ്. അതിനെ നമ്മൾ കെൽവിനിലേക്ക് മാറ്റി കഴിഞ്ഞാൽ എന്താ കിട്ടും, -10 + 273 എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഉത്തരം 263 കെൽവിൻ. അതൊക്കെ. പ്രഷർ 1 തന്നിട്ടുണ്ട്, T1 കിട്ടി, P1 കിട്ടി. P1 1 ബാറാന്ന് തന്നിട്ടുണ്ട്, അതവിടെ കിടക്കട്ടെ. അടുത്ത T2 എടുക്കുന്നു. T2 നമുക്ക് തന്നിട്ടുണ്ടാ, ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ല T2. അതുകൊണ്ട് T2നെ ഞാൻ ഒരു ചോദ്യചിഹ്നമായിട്ട് തന്നെ അവിടെ വെച്ചിട്ടുണ്ട്. ഓക്കെ, T2നെ ഞാൻ ഒരു ചോദ്യചിഹ്നമായിട്ട് അവിടെ വെച്ചു. എനിക്കറിയില്ല, പക്ഷെ P2 എനിക്കറിയാം, ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 15 ബാറാണ്. ഞാൻ വേറെ എന്തൊക്കെയാ തന്നിട്ടുള്ള, ഇനി T3 തന്നിട്ടുണ്ട്. T3 = 50 ഡിഗ്രി സെൽഷ്യസ് ആണ് തന്നിട്ടുണ്ട്. അതിനെ കെൽവിനിലേക്ക് മാറ്റാൻ 50 + 273 എടുക്കണം. എത്ര കിട്ടും, 323 കെൽവിൻ എന്ന് പറഞ്ഞിട്ട് അതും കിട്ടി. ലാസ്റ്റ് ഉള്ളത് ലാസ്റ്റ് അല്ല, P3 തന്നിട്ടുണ്ട്. P3യിലും P2യിലും ഒരേ പ്രഷറാണ്, അതാണ് 15 ബാർ, കാരണം ഐസോബാറിക് പ്രോസസ് ആണ്. നേരത്തെ T4 ടെമ്പറേച്ചർ 4ലുള്ള ടെമ്പറേച്ചർ തന്നിട്ടില്ല, ഒരു ചോദ്യം അവിടെ കിടക്കട്ടെ, എനിക്ക് കണ്ടുപിടിക്കണം അത്ര. പിന്നെ എനിക്ക് ലാസ്റ്റ് തന്നിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ P4 തന്നിട്ടുണ്ട്
4-ലുള്ള പ്രഷറും 1-ലുള്ള പ്രഷറും സെയിം ആണ്. അത് എത്രയാണ്? 1 bar ആണ്. ഇത്രയും സാധനങ്ങളൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചെയ്ത കാര്യങ്ങളാണ്. നമുക്ക് കഴിഞ്ഞ ക്ലാസ് ചെയ്ത പോലെ തന്നെ ബാക്കിയുള്ള പ്രൊസീജിയർ മുന്നോട്ടേക്ക് കൊണ്ടുപോകാം. ഫസ്റ്റ് കണ്ടുപിടിക്കേണ്ട എന്താ? നമുക്ക് അറിയാത്ത അൺനോൺസിനെയൊക്കെ കണ്ടുപിടിക്കണം. അറിയാത്ത 2 സാധനങ്ങളാണ് ഉള്ളത്. T2ഉം T4ഉം എത്രയാണ് ടെമ്പറേച്ചർ നമുക്ക് അറിയില്ല. അപ്പൊ അത് കണ്ടുപിടിക്കണം. അത് കണ്ടുപിടിക്കേണ്ടിയിട്ടുള്ള ഒരു ഇക്വേഷൻ ഞാൻ പറഞ്ഞിട്ടുണ്ടായി. പോളിട്രോപ്പിക് പ്രോസസ് ആണ് തന്നിട്ടുണ്ട്. കംപ്രഷൻ പോളിട്രോപ്പിക് ആണ് 1-ന്ന് 2-ലേക്കുള്ള പ്രോസസ്സ് തന്നിട്ടുണ്ട്. പോളിട്രോപ്പിക് അല്ല ഐസെൻട്രോപ്പിക് ആയിക്കഴിഞ്ഞാൽ എനിക്ക് പറയാൻ പറ്റും T2/T1 is equal to P2/P1 raised to എന്താണ്? P2/P1 raised to സാധാരണ നമ്മൾ γ-1 ഡിവൈഡ് ബൈ γ1 അതിന് പകരം നമ്മൾ എന്ത് ചെയ്യുക? n- ഡിവൈഡ് ബൈ n. എന്താ പറ്റിയ? എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ? ക്ലിയർ ഇല്ലാണ്ടുണ്ടോ? ആ, നമ്മൾ സാധാരണ γ-1 ഡിവൈഡ് ബൈ γ1 തന്നെ എഴുതിയത്. പോളിട്രോപ്പിക് ആയതുകൊണ്ട് നമുക്ക് ഗാമക്ക് വരെ n ഇട്ട് കൊടുത്താൽ വേറെ വ്യത്യാസമൊന്നുമില്ല. അത് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഈ പ്രോബ്ലം എടുത്തത്. ഗാമേന്റെ വാല്യൂ 1.4 അല്ല എടുക്കേണ്ടത്. നമുക്ക് n തന്നിട്ടുണ്ട് 1.35 ആണ്. 1.3 ആണ് തന്നിട്ടുണ്ട്. അത് വേണം എടുക്കാൻ. അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പ്രോബ്ലം ചെയ്യിപ്പിക്കുന്നത്. വിച്ച് ഇംപ്ലൈസ് T2 നമുക്കറിയില്ല, അവിടെ തന്നെ കിടക്കട്ടെ. T2 is equal to എന്നിട്ട് ഏതാ? P2 നമുക്കറിയാം 15 ആണ്. ഡിവൈഡ് ബൈ P1 നമുക്കറിയാം 1 ആണ്. റേസ് ടു n എന്ന് വെച്ചാൽ 1.3 ആണ്. -1 ഡിവൈഡ് ബൈ 1.3 ഇൻറ്റു T1 നമുക്ക് എത്രയായിരുന്നു കിട്ടിയത്? -10 ഡിഗ്രി സെൽഷ്യസ് എന്നായിരുന്നു തന്നത്. അത്ര വാല്യൂ വന്നത് 263. ഇതൊന്ന് കാൽക്കുലേറ്ററിൽ ചെയ്ത് നോക്കുക. ആൻസർ നിങ്ങൾക്ക് കിട്ടും. എത്ര ചെയ്ത് കഴിഞ്ഞാൽ എത്ര കിട്ടും? ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്ക്. 491.6 കെൽവിൻ എന്ന് പറഞ്ഞിട്ട് കിട്ടും. കാൽക്കുലേറ്റർ ഒക്കെ എടുത്തിട്ട് ഒന്ന് ചെയ്ത് നോക്കുക എല്ലാവരും. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ആണ്. നമുക്ക് പ്രത്യേകിച്ച് ചില സംഭവങ്ങളൊന്നുമില്ല. അപ്പൊ അങ്ങനെ നമുക്ക് T2 കിട്ടി. അറിയാത്ത ഒരു വാല്യൂ കിട്ടി. ഇനി അറിയാത്ത ഒരു വാല്യൂ കൂടി ഉള്ളു, T4 നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ഇവിടെ വരിക 3-ലും 4-ലും എന്താ പ്രോസസ് നടക്കുന്നത്? ഇതേ സാധനം തന്നെയാ, പോളിട്രോപ്പിക് തന്നെയാ. അതുകൊണ്ട് സുഖമായിട്ട് കണ്ടുപിടിക്കാമല്ലോ. ഇതേ ഇക്വേഷൻ ഇട്ടെടുത്താൽ മതി. പോളിട്രോപ്പിക് ആയതുകൊണ്ട് തന്നെ എന്ത് ചെയ്താൽ മതി? ഇതും എന്താണ്? പോളിട്രോപ്പിക് ആണ്. ഏത് സാധനം? 3 to 4 എന്ന് പറഞ്ഞ പ്രോസസ്, എക്സ്പാൻഷൻ പ്രോസസ്സും പോളിട്രോപ്പിക് ആണ് തന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് T4 ഡിവൈഡ് ബൈ T3 ഈക്വൽ ടു എന്ത് ചെയ്താ? P4 ഡിവൈഡ് ബൈ P3 റേസ് ടു n-1 ഡിവൈഡ് ബൈ n ആണ് ഈക്വൽ ടു T4 നമുക്ക് എന്ത് ചെയ്താ? T4 is equal to P4ന്റെ വാല്യൂ എന്ന് വെച്ചാൽ 1 bar ആണ്. 4-ലും 3-ലും 1-ലും ഒരേ പ്രഷറാണ്. ഡിവൈഡ് ബൈ P3നെ എനിക്ക് എന്ത് ചെയ്താം? P3-ലും P2-ലും ഒരേ പ്രഷറാണ്. അപ്പൊ 1/15 ആയി. റേസ് ടു 1.3 -1 ഡിവൈഡ് ബൈ 1.3 ഇൻറ്റു T3ന്റെ വാല്യൂ എനിക്ക് എത്ര കിട്ടിയേ? 323 കെൽവിൻ ആയിരുന്നു. ഇത് സോൾവ് ചെയ്താൽ എനിക്ക് എന്ത് ഉത്തരം കിട്ടും? എക്കോ അടിച്ച് എത്ര ഇട്ടത്? 172.8. ഓ എന്ത് പറ്റിയടാ? കേട്ടില്ല. 172.9 പറഞ്ഞാണ്. 172.9 ആ അങ്ങനെ. ഓക്കെ ശരിയല്ല. എന്നാൽ
ഞാൻ എന്തോ പറ്റി. അപ്പൊ അങ്ങനെ നമുക്ക് എല്ലാ പ്രഷറും, എല്ലാ പോയിന്റിലുള്ള പ്രഷറും കിട്ടി, എല്ലാ പോയിന്റിലുള്ള ടെമ്പറേച്ചറും കിട്ടി. ഇനി നമുക്കൊന്നും ചെയ്യാനില്ല, നേരെ നമ്മൾ ഉത്തരത്തിലേക്ക് നീങ്ങാം. ക്വസ്റ്റ്യൻ നമ്മൾക്ക് ചോദിച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ COP ആയിരുന്നു. COP എന്ന് വെച്ച് കഴിഞ്ഞാല് റെഫ്രിജറേറ്റിംഗ് എഫക്റ്റ്. റെഫ്രിജറേറ്റിംഗ് എഫക്റ്റ് അത് നമുക്ക് വേണ്ട സാധനം ഡിവൈഡ് ബൈ നമ്മൾ കൊടുത്ത ഇൻപുട്ട്. ഇൻപുട്ട് എന്ന് വെച്ചാൽ എന്താ കൊടുത്ത നമ്മള് കംപ്രസറിന് ഒരു വർക്ക് കൊടുക്കുക. അപ്പൊ കംപ്രസറിന്റെ വർക്കാണ് നമുക്ക് വേണ്ടത്. റെഫ്രിജറേറ്റിംഗ് എഫക്റ്റ് എന്ന് വെച്ചാൽ എന്താ, Q അബ്സോർബ് എത്രത്തോളം ചെയ്തിട്ടുണ്ട് ഡിവൈഡ് ബൈ വർക്ക് ഡൺ. ഈ ഒരു ബെൽ-കോളിമാൻ സൈക്കിളിന്റെ പ്രത്യേകത ഞാൻ പറഞ്ഞിട്ടുണ്ട്. കംപ്രസറും ആരും കപ്പിൾഡ് ആണ്, നമ്മളെ ടർബൈനും കപ്പിൾഡ് ആണ്. അപ്പൊ വർക്ക് ഡൺ കണ്ടുപിടിക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, കംപ്രസറിന്റെ വർക്ക് മൈനസ് ടർബൈന്റെ വർക്ക് എടുക്കേണ്ടി വരും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ നമുക്ക് ആദ്യം തന്നെ Q അബ്സോർബ്ഡ് കണ്ടുപിടിക്കാം. എന്നിട്ട് നമുക്ക് അവിടത്തേക്ക് പോകാം. Q അബ്സോർബ്ഡ് ഈസ് ഈക്വൽ ടു സെയിം ഇക്വേഷൻ ആണ്, mCp ഡെൽറ്റ ടി ആണ്. ഡെൽറ്റ ടി എവിടെ നിന്നോട്ട് എവിടെ വരിക, Q അബ്സോർബ് ചെയ്യുന്നത് എവിടെ നിന്നോട്ട് എവിടെ വരിക നോക്കിക്കോ. നമ്മൾ ചൂട് വലിച്ചെടുക്കുന്നത് ഇവിടെ നിന്നാണ്, 1 നിന്ന് 4ലേക്ക് ഇത്രയും ഭാഗത്ത് നമ്മൾ Q അബ്സോർബ് ചെയ്യുന്നത്. അപ്പൊ MCP ഡെൽറ്റ ടിന്റെ വാല്യൂ ഏതാ കൊടുക്കേണ്ടത്, 4ഉം 1ഉം, T1 മൈനസ് T4. അതാണ് നമ്മൾ ഡെൽറ്റ ടി വരുന്നത്. അതേപോലെ വർക്ക് ചെയ്യുന്നത് നമ്മൾ ഇവിടുന്നാണ് 1 to 2. ഓക്കെ, പക്ഷേ എന്തും കൂടി മൈനസ് ചെയ്യണം, നമ്മൾ ടർബൈന്റെ വർക്ക് അവിടെ നിന്ന് മൈനസ് ചെയ്യണം. നമുക്ക് അത് ചെയ്ത് നോക്കാം. ആ ഫിഗർ അവിടെ മൈൻഡിൽ ഉണ്ടാവണേ, എന്നാലേ കാര്യമുള്ളൂ. അപ്പൊ Q അബ്സോർബ്ഡ് കണ്ടുപിടിക്കാൻ വേണ്ടി MCP ഡെൽറ്റ ടി, Q അബ്സോർബ് ചെയ്യുന്നത് T1 മൈനസ് T4. ഇത് എന്തുകൊണ്ടാണ് കെൽവിനിൽ എടുക്കുന്നതെന്ന് കാരണം അറിയോ, നമുക്ക് CP വാല്യൂ ഒക്കെ കെൽവിനിലാണ് ഉണ്ടാവുക. ക്വസ്റ്റ്യനിൽ നോക്കിയാൽ മനസ്സിലാവും. CP എന്ന് പറഞ്ഞ വാല്യൂ എത്ര വന്നിട്ടുള്ളത്, 1.005 കിലോ ജൂൾ പെർ കിലോഗ്രാം. ഈ സാധനമല്ലേ, കിലോഗ്രാം കെൽവിൻ ആണേ. കിലോ ജൂൾ പെർ കിലോഗ്രാം കെൽവിൻ എന്ന് പറഞ്ഞാൽ CPന്റെ യൂണിറ്റ് ഉണ്ടാകുക. ഇവിടെയൊക്കെ കെൽവിനിലായതുകൊണ്ടാണ് നമ്മൾ ടെമ്പറേച്ചറിനെ നമ്മൾ കെൽവിനിലേക്ക് എടുക്കുന്നത് എല്ലാ ക്വസ്റ്റ്യൻ്റെ അകത്തും. CP വാല്യൂ നമുക്ക് അങ്ങനെ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഫസ്റ്റ് മോഡ്യൂളിൽ മാത്രമാണ് ഈ ഒരു പ്രശ്നം വരുന്നത്, ഈ കെൽവിനിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത്. കാരണം നമുക്ക് ഈ ഒരു ഇക്വേഷൻ നമ്മൾ ഉപയോഗിക്കുന്നത് MCP ഡെൽറ്റ ടി എന്ന് പറഞ്ഞിട്ടുള്ളത്. ഈക്വൽ ടു M നമുക്ക് തന്നിട്ടില്ല, തൽക്കാലം 1 ആയിട്ട് എടുത്തോ. CP വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട് 1.005 ആണ്. തന്നിട്ടില്ലെങ്കിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് എയറിന്റെ CP എന്ന് വെച്ച് കഴിഞ്ഞാൽ 1.005 ആണ്. ഇൻറ്റു T1 എത്രയായിരുന്നു, T1 എന്ന് വെച്ച് കഴിഞ്ഞാൽ 300 എത്രയായിരുന്നു ഉണ്ടായത്, 363 മൈനസ് T4. കണ്ടുപിടിച്ചതാ T4ന്റെ വാല്യൂ ഇരുന്നു 172.8. ഹലോ സോറി 260. എഴുതിയാലും മാർക്കുക. ഈക്വൽ ടു ഇത് സോൾവ് ചെയ്യുമ്പോഴത്തേക്ക് എന്ത് കിട്ടും, 90.65 എന്താണ് സെക്കൻഡ്. അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാ, 3 കിലോ വാട്ട് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഉത്തരം കിട്ടി. ഇനി അടുത്ത നമുക്ക് കണ്ടുപിടിക്കേണ്ടത് വർക്ക് ഡൺ ആയിരുന്നു. വർക്ക് ഡൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ആൾക്കാർ വർക്ക് ചെയ്യേണ്ടതെന്ന് വിചാരിക്കുക. ആരൊക്കെ, കംപ്രസറും വർക്ക് ഡൺ ബൈ എക്സ്പാൻഷൻ. കംപ്രസറിന്റെ വർക്ക് കണ്ടുപിടിക്കാൻ പോളിട്രോപ്പിക് പ്രോസസ് ആണ്. പോളിട്രോപ്പിക് ആണെങ്കിൽ നമുക്ക് MCP ഡെൽറ്റ ടി എന്ന് പറഞ്ഞ ഇക്വേഷൻ നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. അതിനുവേണ്ടി പോളിട്രോപ്പിക്കിന്റെ വേറെ തന്നെ ഇക്വേഷൻ ആണ്. പോളിട്രോപ്പിക്കിന്റെ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ചോദിച്ചിട്ടുള്ളൂ, ഇന്നേ വരെ കണ്ടത് മൊത്തം പോളിട്രോപ്പിക്കിന്റെ ആണ്. അപ്പൊ പോളിട്രോപ്പിക് ഇക്വേഷന്റെ വർക്ക് ഡൺ കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ ആണ് N ഡിവൈഡ് ബൈ N-1 ഇൻറ്റു R. എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയായിരിക്കും, ഫസ്റ്റ് നമ്മളെ ഒന്നാം ക്ലാസ് എന്ന് പറയുന്നത് ഫസ്റ്റ് ഇയർ തൊട്ടേ പഠിക്കുന്നതാണ്. ഇൻറ്റു കംപ്രസർ വർക്ക് ചെയ്യുന്നത്
T2 മൈനസ് T1 ഇത് വേണം ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. പോളിട്രോപ്പിക് ആയതുകൊണ്ടാണ് നമ്മൾ ഇത് ഉപയോഗിക്കുന്നത്. വർക്ക് ഡൺ ബൈ കംപ്രസർ ഇസ് ഈക്വൽ ടു പോളിട്രോപ്പിക്കിന്റെ ആ റേഷ്യോ എടുക്കുക ഇൻറ്റു യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ് ഇൻറ്റു T2 മൈനസ് T1. അതേപോലെ തന്നെ വർക്ക് ഡൺ ബൈ എക്സ്പാൻഡർ എന്ന് വെച്ച് കഴിഞ്ഞാൽ സെയിം തന്നെ n ഡിവൈഡ് ബൈ ആദ്യം പോളിട്രോപ്പിക് പ്രോസസ് ആണ് R ഇൻറ്റു എക്സ്പാൻഷൻ നടക്കുന്നത് 3 4 ഇപ്പൊ T3 മൈനസ് T4. ഇനി നമുക്ക് ജനറൽ ആയിട്ട് എന്ത് ചെയ്താ WC മൈനസ് WE എന്താന്ന് എഴുതാം. എല്ലാത്തിൻ്റെ അതും കോമൺ ആയിട്ട് n ഡിവൈഡ് ബൈ n മൈനസ് 1 ഇൻറ്റു R ഉണ്ട് ഇൻറ്റു T2 മൈനസ് T1 മൈനസ് T3 മൈനസ് T4 എന്ന് എഴുതാൻ പറ്റും. ഇതിൽ കൂടെ സിംപ്ലിഫിക്കേഷൻ ചെയ്തിട്ടുള്ളത്. വർക്ക് ഡൺ ബൈ കംപ്രസറിൻ്റെ അകത്ത് n ഡിവൈഡ് ബൈ n മൈനസ് 1 ഇൻറ്റു R ഇൻറ്റു ഒരു എന്തോ സാധനമാണ്. അതേപോലെ തന്നെ വർക്ക് ഡൺ ബൈ എക്സ്പാൻഡർ എന്ന് വെച്ച് കഴിഞ്ഞാൽ n ഡിവൈഡ് ബൈ n മൈനസ് 1 ഇൻറ്റു R. അപ്പൊ ഇത് കോമൺ ആണ്. അതിൻ്റെ ആ കോമൺ ആയിട്ടുള്ള സാധനത്തിന് ഞാൻ പുറത്തേക്ക് ഇട്ടു. ബാക്കി വരുന്ന സാധനത്തിന് മാത്രം ഞാൻ മൈനസ് ചെയ്തിട്ടു. അപ്പൊ എനിക്ക് വർക്ക് ഡൺ കിട്ടിയല്ലോ. നമുക്ക് അത്ര വരുന്നത് എന്നിന്റെ വാല്യൂ എനിക്കറിയാം 1.3 ആണ്. ഡിവൈഡ് ബൈ 1.3 മൈനസ് 1 ഇൻറ്റു ആറിന്റെ വാല്യൂ എല്ലാവർക്കും അറിയുന്നതായിരിക്കും 0.287 ആണ്. അത് ഇൻറ്റു T2 വാല്യൂ 491.6 മൈനസ് 263 മൈനസ് 323 ഇതാണ് T3 മൈനസ് 172.8 അതാണ് T4. ഇത്രയും ചെയ്താൽ എനിക്ക് എന്ത് ഉത്തരം കിട്ടും? ഇത് സോൾവ് ചെയ്യുമ്പോഴത്തേക്ക് 97.5 കിലോ ജൂൾ പെർ സെക്കൻഡ് അഥവാ 97.5 കിലോ വാട്ട് എന്ന് എനിക്ക് പറയാം. ഇത്രയും സംഭവം കിട്ടിക്കഴിഞ്ഞാൽ നെക്സ്റ്റ് COP is equal to Q അബ്സോർബ് ചെയ്ത് ഡിവൈഡ് ബൈ വർക്ക് ഡൺ is equal to Q അബ്സോർബ് എത്ര കിട്ടിയ 90.651 ഡിവൈഡ് ബൈ വർക്ക് ഡൺ 97.5 is equal to 0.93 എന്ന് കിട്ടും COPന്റെ വാല്യൂ. ഇതാണ് ഈ ഒരു ക്വസ്റ്റ്യൻ. ഇതിന്റെ താഴെ വരുന്ന വ്യത്യാസം എവിടെയാണ്? വർക്ക് ഡൺ കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ മാറ്റമുണ്ട്. ഈ ഒരു പൊസിഷനിലാണ്. ഈ ബെൽകോളിമൻ സൈക്കിൾ അല്ലേ ഇപ്പം പറയുന്നത്? ബെൽകോളിമൻ സൈക്കിൾ അല്ലേ പറയുന്നത്? അപ്പൊ അതിന്റെ അകത്ത് COP ആണ് നമ്മൾ ആദ്യം ഇക്വേഷൻ കണ്ടുപിടിച്ചില്ലേ? T4 ഡിവൈഡ് ബൈ T3 മൈനസ് T4. അതിൽ ചെയ്തല്ലോ ആൻസർ കിട്ടണ്ടേ? അത് ഇക്വേഷൻ തന്നെ പഠിക്കണമെന്നില്ല. ഇക്വേഷൻ വെച്ച് പഠിക്കണം. അല്ല ഇപ്പൊ നമുക്ക് ഇങ്ങനെ തന്നെ പഠിക്കാലോ. എല്ലാത്തിനകത്തും സെയിം മെത്തേഡാണ്. വെറുതെ ഇക്വേഷൻ വെച്ചിട്ട് പഠിച്ച് ബൈഹാർട്ട് ആക്കണ്ട ഇക്വേഷൻ. അങ്ങനെയല്ല പറഞ്ഞേ. നമ്മള് ലാസ്റ്റ് പറഞ്ഞില്ലേ സാറ് ലാസ്റ്റ് ഒരു ഇക്വേഷൻ നമുക്ക് ഡിറൈവ് ചെയ്തിട്ടില്ല. അതായത് T4 ഡിവൈഡ് ബൈ T3 മൈനസ് T4 എന്ന് വെച്ചിട്ട് അതില് ആ കേസിൽ വരില്ല. ആ ഇക്വേഷൻ നമുക്ക് ഇവിടെ അന്നേരത്തെ അതിൽ നമ്മൾ ആലോചിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാല് ഐസെൻട്രോപിക് പ്രോസസ് ആയിട്ടല്ലേ. ഐസെൻട്രോപിക് പ്രോസസ് ആണെന്ന് വിചാരിച്ചിട്ടായിരുന്നു നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് ആ ഇക്വേഷൻ ഡിറൈവ് ചെയ്തത്. ഈ ഒരു ക്വസ്റ്റ്യൻ ഇക്വേഷൻ മൊത്തം മാറും. ഈ ഒരു ഇക്വേഷൻ എടുക്കേണ്ടി വരും. ഈ ഒരു രീതിയിൽ നിങ്ങൾ ക്വസ്റ്റ്യൻ ചോദിക്കുള്ളൂ. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ തന്നെ പഠിപ്പിക്കുന്നത്. ഇതാണ് വെച്ചിട്ട്. മനസ്സിലായോ? പോളിട്രോപിക് ആകുമ്പോൾ ഈ ഒരു ഇക്വേഷൻ ഫുള്ളായിട്ട് മാറും. വർക്ക് ഡൺ കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ മൊത്തത്തിൽ മാറും. മറ്റേ ഡെറിവേഷന് വേണ്ടി മാത്രം ഉപയോഗിക്കുന്നതാണ്. നമ്മൾ ആ സ്റ്റാർട്ടിങ്ങിൽ ആ പഠിച്ച ഇക്വേഷൻ വെച്ചാൽ ജസ്റ്റ് ഡെറിവേഷൻ ആണ്. നമുക്ക് പ്രാക്ടിക്കൽ കേസിലേക്ക് വരുമ്പോൾ ഇങ്ങനത്തെ കുറെ അസംഷൻസ് എടുക്കേണ്ടി വരും. പോളിട്രോപിക് ആകുമ്പോൾ ഫുൾ ഇക്വേഷൻസും ഇങ്ങനെ കൺവേർട്ട് ആക്കേണ്ടി വരും.
അതേപോലെ തന്നെ വർക്ക് ഡൺ ബൈ കംപ്രസർ മൈനസ് വർക്ക് ഡൺ ബൈ എക്സ്പാൻഡറിലാക്കേണ്ടി വരും. ഇത് നമ്മളെ പ്രോബ്ലം സൈഡിലേക്ക് വരുമ്പോൾ ഇങ്ങനെ ചെയ്യേണ്ടത്. മറ്റേ ഡെറിവേഷൻ മാത്രം നിങ്ങൾക്ക് ജസ്റ്റ് ബെൽ-കോളിമാൻ സൈക്കിളിന്റെ ഡെറിവേഷൻ പ്രൂവ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു കഴിഞ്ഞാൽ അത് നിങ്ങൾ ചെയ്താൽ മതി. ആ ക്വസ്റ്റ്യനിൽ അവിടെ നിന്ന് വന്നിട്ടുള്ളത് അതല്ല. ക്വസ്റ്റ്യനിൽ പോളിട്രോപ്പിക് എന്നൊക്കെ ഇങ്ങനെ ഒരു ട്വിസ്റ്റ് തരും. മിക്കവാറും പോളിട്രോപ്പിക് ആണ് ഇന്നേ വരെ കണ്ടിട്ടുള്ളത്. ഐസെൻട്രോപ്പിക് തന്നിട്ടേ ഇല്ല. ഇതിന് മാത്രമല്ല, ഇനി അടുത്തെടുക്കാൻ പോകുന്ന പ്രോബ്ലത്തിന്റെ അകത്തും എല്ലാം പോളിട്രോപ്പിക് എന്ന് പറഞ്ഞിട്ടാണ് ക്വസ്റ്റ്യൻസ് മൊത്തം ഉണ്ടാവുക. ഐസെൻട്രോപ്പിക് വളരെ വിരളമാണ് ചോദ്യം ചോദിച്ചത്. ഞാൻ 2 ടൈപ്പിലുള്ള പ്രോബ്ലംസും നിങ്ങൾക്ക് നോട്ട്സിൽ എഴുതിയിട്ട് തന്നിട്ടുണ്ട്. നോട്ട്സിന്റെ അകത്ത് കുറെ പ്രോബ്ലംസ് ഉണ്ട്, അതിൽ 2 ഉണ്ട്. ഐസെൻട്രോപ്പിക് വന്നു കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടത്, പോളിട്രോപ്പിക് ആണെങ്കിൽ എന്താ ചെയ്യേണ്ടത്, അത് 2ന്റെയും ഡിഫറൻസ് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇപ്പോൾ ഒരേ ക്വസ്റ്റ്യൻ തന്നെ 2 തരത്തിലായിട്ട് ചെയ്തത്. ഓക്കെ സാർ. ഈ ഒരു കാര്യത്തിന്റെ അകത്ത് വിഷയം ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. നമുക്ക് എന്നാല് നെക്സ്റ്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. നെക്സ്റ്റ് ടൈപ്പ് കുറച്ച് ലെങ്തി ക്വസ്റ്റ്യൻ ആയിരിക്കും, പക്ഷെങ്കിൽ 5 മാർക്കിനൊക്കെ ചോദിക്കുള്ളൂ. 5 മാർക്കിന്റെ തന്നെ ഇതുമെല്ലാം 5 മാർക്കിനെ ചോദിക്കാം. ഈ ഒരു പ്രോബ്ലം ആ പ്രോബ്ലം എല്ലാം 5 മാർക്കിന് ഇന്നേവരെ ചോദിച്ചാൽ കണ്ടിട്ടുള്ളത്. പക്ഷേ ക്വസ്റ്റ്യൻ അടുത്ത ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ ഭയങ്കര ലെങ്തി ആയിരിക്കും, കുറേ ചെയ്യാനുണ്ടാവും. അത് നിങ്ങൾ വിചാരിക്കരുത് കുറെ മാർക്കിനുള്ളതൊന്നും വിചാരിച്ചേക്കരുത്. 5 മാർക്കിന് ഉണ്ടാവുക, പക്ഷെ നമ്മൾ ചെയ്യുന്ന സമയത്ത് കുറേ ചെയ്യാനുണ്ടാവും. അതാണ് നമുക്ക് അടുത്ത പഠിക്കാനുള്ളത്. അതിന്റെ ക്വസ്റ്റ്യൻ തന്നെ വായിച്ചു കഴിഞ്ഞാൽ തീരാത്ത പോലത്തെ ക്വസ്റ്റ്യൻ ആയിരിക്കും. എന്ന് വെച്ചിട്ട് ആരും നിർത്തി പോകരുത് ക്വസ്റ്റ്യൻ വായിച്ചിട്ട് ഒന്നും മനസ്സിലായില്ല എന്നൊക്കെ വിചാരിച്ചിട്ട്. ഞാൻ ക്വസ്റ്റ്യനിന്റെ അകത്ത് എഴുതിയാൽ തന്നെ നമ്മൾ ഇന്നത്തെ ഒരു അവർ അങ്ങനെ പോകും. ആ രീതിയിലുള്ള ക്വസ്റ്റ്യൻസാ വരിക. പിന്നെ ഞാൻ ഇതുമായിട്ട് റിലേറ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ആക്കിയിട്ടുണ്ട്. അത് ഞാൻ നിങ്ങൾ ഡയറക്റ്റ് യൂട്യൂബ് ചാനലിൽ ഇട്ടുതരാം. ഇതിൻ്റെ ബാക്കിയുള്ളത് ഞാൻ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഫുൾ സോൾവ് ചെയ്തിട്ട് വീഡിയോ ആക്കിയിട്ടുണ്ട്. അതിൻ്റെ ഉള്ള മൊത്തം ഞാൻ യൂട്യൂബ് ചാനലിൽ ഇട്ടുതരാം. അതെല്ലാം പ്രോബ്ലംസ് എന്നിട്ടായിരിക്കും ഉണ്ടാവുക, ഓരോ ടൈപ്പ് ഓഫ് പ്രോബ്ലംസ് എന്നിട്ട്. അത് മാത്രം ഇരുന്ന് പഠിക്കാം. നമുക്കൊരു ഇൻട്രൊഡക്ഷൻ കൊടുക്കാം നെക്സ്റ്റ് ടൈപ്പ് ഓഫ് പ്രോബ്ലത്തിന്റെ. നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്ക് അത് സോൾവ് ചെയ്യാനേ പറ്റുള്ളൂ. കാരണം ഇന്ന് അത് പ്രോബ്ലം എഴുതുമ്പോഴത്തേക്കന്നെ ഇന്നത്തെ നമ്മളെ ദിവസം പോകും. അത്രയും വലിയ പ്രോബ്ലം വരുന്ന വെച്ചാൽ നമ്മളതിന് ഒരു ടൈപ്പും കൂടി പഠിക്കേണ്ടത്. അതാണ് നമ്മളെ ലാസ്റ്റ് ടൈപ്പ് വരുന്നത്. ആ ലാസ്റ്റ് ടൈപ്പിന്റെ അകത്ത് വരുന്നതാണ് നമ്മളെ എയർ റെഫ്രിജറേഷൻ സിസ്റ്റം. നമ്മൾ കുറെ സിമ്പിൾ റെഫ്രിജറേഷൻ സിസ്റ്റം മറ്റേ ബൂട്ട് സ്ട്രാപ്പ് എന്നൊക്കെ പണ്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ വെച്ചിട്ട് കാണിച്ചു തരാം. എയറോപ്ലെയിന്റെ ഈ സംഭവം നമ്മളെ എഞ്ചിന്റെ ഭാഗങ്ങളിൽ എടുത്തു, എന്നിട്ട് ഇവിടുന്ന് എയർ ഇങ്ങനെ വരുന്നത് പറഞ്ഞിട്ട് പിന്നെ അത് നേരെ കംപ്രസറിലേക്ക് കിടക്കുന്നു. കംപ്രസർ അതിലിപ്പുറം ഒരു ടർബൈനൊക്കെ ഉണ്ടാവും. അങ്ങനെ ഇവിടുന്ന് ഇങ്ങനെ വന്നിട്ടുള്ള റാമിങ് ആക്ഷൻ, റാം എന്നൊക്കെ പറഞ്ഞിട്ടില്ല. റാം എന്ന് പറഞ്ഞ എയർ, ഇത് 1 എന്ന് പറഞ്ഞിട്ടുള്ള പോയിന്റ്, ഇത് 2 എന്ന് പറഞ്ഞിട്ടുള്ള പോയിന്റ്. ചെറിയൊരു കംപ്രഷൻ ഇവിടെ നടക്കുന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് നേരെ കംപ്രസറിലേക്ക് പോകുന്നു. കംപ്രസറിൽ നിന്ന് പുറത്ത് വരുന്നത് 3 എന്ന് പറയുന്നത്. 3ന്ന് ഒരു ചെറിയ പോർഷൻ കമ്പസ്റ്റൻ ചേമ്പറിലേക്ക് പോയി അത് നേരെ ടർബൈൻ വഴി അങ്ങോട്ടേക്ക് പോകും. ഇത്രയും ഭാഗം നമ്മൾ മൈൻഡ് ആക്കണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മളതിന്റെ വേറൊരു പോർഷൻ എടുത്തിട്ട് ആദ്യം ഹീറ്റ് എക്സ്ചേഞ്ചർ അല്ലെ കണ്ടൻസറിലേക്ക് കൊടുക്കുന്നു. പുറത്ത് വരുന്ന സാധനത്തിന് ഞാൻ 4 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പോയിന്റ് ഇട്ട് കൊടുത്തു. ഹീറ്റ് എക്സ്ചേഞ്ചർ വഴി പുറത്ത് വന്ന സാധനം നേരെ ഇവിടത്തേക്ക് പോകുന്നു. കണ്ടൻസർ കഴിഞ്ഞാൽ പിന്നെ എക്സ്പാൻഷൻ ആണ്, അതായത് വലിയൊരു ടർബൈനിലേക്ക് പോകും. ടർബൈനിന്ന് പുറത്ത് ചാടിയ 5 എന്ന് പറഞ്ഞ പോയിന്റ് ഈ 5 എന്ന് പറഞ്ഞ പോയിന്റ് നമ്മൾ ആരുടെ ക്യാബില് മനുഷ്യന്മാർ ഇരിക്കുന്നിടക്ക് പോകുന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പണ്ട്. തിരിച്ച് അറ്റ്മോസ്ഫിയറിലേക്ക് പോകുന്നതൊക്കെ ഈ ഒരു ടൈപ്പ് ഓഫ് സാധനത്തിന്റെ നമ്മൾ ക്വസ്റ്റ്യൻ നമ്മൾ കേട്ടിട്ടുണ്ടായില്ല. അപ്പൊ അതുകൊണ്ട് നെക്സ്റ്റ് നമുക്ക് ചെയ്യാനുള്ളത് ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ എല്ലാത്തിനും 5 മാർക്ക് തന്നെയാണ്. 5 മാർക്ക് ഉണ്ടാവും, മാക്സിമം 7 മാർക്ക്.
കഴിഞ്ഞതിന്റെ മുമ്പിലത്തെ പ്രാവശ്യം ചോദിച്ചത് ഈ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യന് 7 മാർക്കാണ്. അതേസമയം കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചത് കഴിഞ്ഞ എക്സാമിന് ചോദിച്ചത് 5 മാർക്കിനുമാണ്. അപ്പോ ഏത് തരത്തിലും വരാം. കുറച്ച് ലെങ്തി ആയിരിക്കും പ്രോബ്ലം കുറച്ച് ലെങ്തി ആണെങ്കിലും ആരും പേടിക്കൊന്നും വേണ്ട. സിമ്പിളായിട്ട് ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ചെയ്തു പോയാൽ മതി. ഇപ്പം ചെയ്ത അതേ പ്രൊസീജിയർ തന്നെയാണ്. എല്ലാ ടൈപ്പ് പ്രോബ്ലത്തിനും ഒരേ പ്രൊസീജിയറാണ്. അപ്പൊ ആദ്യം നമ്മളെ ഈ ഒരു ചിത്രം മൈൻഡിൽ വരണം എന്ന് മാത്രം. നമുക്ക് ക്വസ്റ്റ്യൻ ആദ്യം ഇത്ര 5 മിനിറ്റ് ഉള്ളൂ നമ്മളെ മുമ്പിൽ. അതുകൊണ്ട് ക്വസ്റ്റ്യൻ നമുക്ക് എഴുതിയിട്ട് ബാക്കിയുള്ളത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. ആൻ എയർക്രാഫ്റ്റ് മൂവിങ് വിത്ത് എ സ്പീഡ് ഓഫ്, അങ്ങനെയാണ് ആ ക്വസ്റ്റ്യൻ ഉണ്ടാകും. എയറോപ്ലെയിന്റെ കാര്യം തന്നെ പറയും. എയർക്രാഫ്റ്റ് അതായത് പ്ലെയിൻ ആയി. ഇതാണ് ലാസ്റ്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ. എയർക്രാഫ്റ്റ് എന്ന് പറഞ്ഞിട്ട് തന്നെ ഉണ്ടാവും. എയർക്രാഫ്റ്റ് മൂവിങ് വിത്ത് എ സ്പീഡ് ഓഫ് 1000 km/h. സ്പീഡൊക്കെ എന്തിനാ തന്നെന്നുള്ളത് ഈ റാമിങ്ങിന്റെ കാര്യം നോക്കേണ്ടിട്ടാണ് സ്പീഡ് തന്നിട്ടുണ്ടാവുക. അതെങ്ങനെയാ കണ്ടുപിടിക്കാനുള്ള പിന്നെ പറഞ്ഞുതരാം. റാമിങ് കാരണമുള്ള കംപ്രഷനെ അറിയാൻ വേണ്ടിയിട്ടാണ് ഈ സ്പീഡ് തന്നിട്ടുള്ളത്. 1000 km/h യൂസസ് സിമ്പിൾ ഗ്യാസ് റെഫ്രിജറേഷൻ സിസ്റ്റം. അതായത് ഒന്നാമത്തെ ടൈപ്പാണ് സിമ്പിൾ എയർ റെഫ്രിജറേഷൻ സിസ്റ്റം എന്ന് പറയുന്ന പോലെ തന്നെയാണ് സിമ്പിൾ ഗ്യാസ് റെഫ്രിജറേഷൻ സിസ്റ്റം. ഇത് അടുത്ത ടൈപ്പാന്ന് മനസ്സിലാക്കൽ എങ്ങനെയാണ്? എയർക്രാഫ്റ്റ് എന്നുള്ളൊരു വാക്ക് അവിടെ ഉണ്ട്. പ്ലെയിനിന്റെ കാര്യങ്ങൾ തന്നെയാണ് പറയുന്നത്. അതുകൊണ്ടാണ് നമ്മൾ, അല്ലെങ്കിൽ ബെൽക്കോളിമാൻ ആണെങ്കിൽ ബെൽക്കോളിമാൻ എന്ന് പറഞ്ഞിട്ട് തന്നെ ക്വസ്റ്റ്യൻ ഉണ്ടാവും. കാർനോട്ട് ആണെങ്കിൽ കാർനോട്ട് എന്ന് പറഞ്ഞിട്ട് തന്നെ ഉണ്ടാവും. ഇത് എയർക്രാഫ്റ്റ് എന്ന് പറഞ്ഞിട്ട് തന്നുകൊണ്ട് ഇതാണ് അടുത്ത ലാസ്റ്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ വരുന്നത്. അപ്പം വിത്ത് സിമ്പിൾ എയർ റെഫ്രിജറേഷൻ സിസ്റ്റം വെച്ചിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് പറയുന്നത് എയർ റെഫറൻസ് സിസ്റ്റം ഓഫ് 100 ton ഓഫ് റെഫ്രിജറേഷൻ കപ്പാസിറ്റി. അതായത് എത്രത്തോളം തണുപ്പിക്കുന്നുണ്ട് അല്ലെങ്കിൽ എത്രത്തോളം ഹീറ്റ് അബ്സോർബ് ചെയ്യുന്നുണ്ട് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നെ തന്നിട്ടുണ്ട്. വിത്ത് 100 TR ടൺ ഓഫ് റെഫ്രിജറേഷൻ എന്ന് പറഞ്ഞിട്ട് തന്നിട്ടുണ്ട്. ദ ആംബിയന്റ് പ്രഷർ ആൻഡ് ടെമ്പറേച്ചർ ആർ the ambient pressure and temperature. Temperature are ambient എന്ന് വെച്ചാൽ എന്താണ്? അന്തരീക്ഷത്തിലുള്ള പുറത്തുള്ള പ്രഷറും ടെമ്പറേച്ചറും നമുക്ക് ക്വസ്റ്റ്യനിൽ ഇപ്പം തന്നിട്ടുണ്ട്. ടെമ്പറേച്ചർ ആർ 0.35 bar and -10 degrees Celsius and -10 degrees Celsius respectively. ഓക്കെ, ആംബിയന്റ് എന്ന് വെച്ചാൽ അറ്റ്മോസ്ഫിയർ എന്നാണ് ഉദ്ദേശിക്കുന്നത്. ആംബിയന്റിലെ പ്രഷറും ടെമ്പറേച്ചറും നമുക്ക് 0.35 ബാറും -10 ഡിഗ്രി സെൽഷ്യസും ആണെന്ന് തന്നിട്ടുണ്ട്. ദ പ്രഷർ റേഷ്യോ ഓഫ് കംപ്രസർ ഈസ് 4.5. നേരത്തെ അതേപോലെ തന്നെ ദ പ്രഷർ റേഷ്യോ ആണ് തന്നിട്ടുള്ളത്. പ്രഷർ റേഷ്യോ ഓഫ് കംപ്രസർ ഈസ് 4.5. പ്രഷർ റേഷ്യോ ആണ് തന്നിട്ടുള്ളത്, രണ്ട് പ്രഷർ തമ്മിലുള്ള റേഷ്യോ. ദ ഹീറ്റ് എക്സ്ചേഞ്ചർ എഫക്റ്റീവ്നെസ്, ഇത് എക്സ്ട്രീം ക്വസ്റ്റ്യൻ ആണ്. ഈ ഒരു മോഡലിൽ വരുന്ന ഏറ്റവും എക്സ്ട്രീം ആയിട്ടുള്ള ഹൈ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ദ ഹീറ്റ് എക്സ്ചേഞ്ചർ effectiveness is 0.95.
എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹീറ്റ് എക്സ്ചേഞ്ചർ എഫക്റ്റീവ്നെസ് ഈ 0.95 തന്നിട്ടുണ്ട്. അതിന്റെ അർത്ഥം എന്ന് വെച്ചാൽ ഹീറ്റ് എക്സ്ചേഞ്ചർ എന്ന് വെച്ചാൽ 100% എഫക്റ്റീവ് അല്ല, അതിലെന്തോ ചെറിയ ലോസ് ഉണ്ട്. ആ ലോസ് കഴിച്ചില്ല അതിന്റെ എഫക്റ്റീവ്നെസ് ആണ് തന്നിട്ടുള്ളത്. 100% അല്ല, 95% അത് മര്യാദയ്ക്ക് വർക്ക് ചെയ്തത്. അപ്പം വേറെ എന്തോ പ്രശ്നം ഉണ്ടായി. ആ പ്രശ്നങ്ങളൊക്കെ പിന്നെ നമുക്ക് മനസ്സിലാക്കി എടുക്കാം പ്രോബ്ലം ചെയ്യുന്ന സമയത്ത്. അതേപോലെ തന്നെ വേറൊരു തന്നിട്ടുള്ള വെച്ചാൽ ദ ഐസെൻട്രോപിക് efficiency of compressor and expander. Efficiency of compressor and expander. ഈ രണ്ട് സാധനത്തിന്റെ ഐസെൻട്രോപിക് എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ അതായത് കംപ്രസർ എക്സ്പാൻഡർ എഫിഷ്യന്റും അല്ല, അങ്ങനെ ആകെ പെട്ട അവസ്ഥയിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. 100% ഇതും എഫക്റ്റീവ് അല്ല, 0.8 ആണ്. ഐസെൻട്രോപിക് എഫിഷ്യൻസി കുറവാണ്, 0.8 തന്നിട്ടുള്ളൂ. തൽക്കാലം ഇത്രയും പ്രോബ്ലം ആണ് നിൽക്ക്. നമ്മളെ സമയമായിപ്പോയി. ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, നിങ്ങളാരും ഇവിടെ ശ്രദ്ധിക്കില്ല.